വെക്കേഷൻ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരോട് ഉറപ്പായിട്ട് വീഡിയോ എടുക്കാമെന്ന്. ചേച്ചിനെ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായി. നമ്മുടെ ചാലഞ്ച് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ചേച്ചിനെ ഞാൻ ഒന്നുകൂടെ പരിചയപ്പെടുത്തുക. എന്നാലും ചേച്ചിയുടെ പേര് ദേവു എന്നാണ്, ഞാൻ പരിചയപ്പെടുത്തിയല്ലോ. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടും കൂടിയാണ് കേട്ടോ ദേവു ചേച്ചി. പിന്നെ ഇത് ഞങ്ങളുടെ കസിൻസിലെ ഏറ്റവും ചെറിയ കുട്ടിയാണ്, ഞങ്ങളുടെ മാളുവാണ്. ഗൗരി എന്നാണ് പേര് അല്ലേ, ഞങ്ങളുടെ ഗൗരി കുട്ടിയാണ്. ഇത് ഗായുവാണ് കേട്ടോ, ഞങ്ങൾ അമ്മൂന്നാണ് വിളിക്കുന്നത്. അപ്പോ നമുക്കിതൊരു സ്വീറ്റ് ആയാലോ? എല്ലാവർക്കും ഇഷ്ടമല്ലേ സ്വീറ്റ്? എല്ലാവർക്കും സ്വീറ്റ് വലിയ ഇഷ്ടമാണല്ലോ, നിങ്ങൾക്കും ഇഷ്ടമാണെന്ന് അറിയാം. അപ്പം അതുകൊണ്ട് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന സ്വീറ്റ് ഉണ്ടാക്കാനാണ്. ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ടേസ്റ്റി ആൻഡ് ഈസി കോഫി പുഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇവർ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാക്കും. ഉണ്ടാക്കൂലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. ഇത് 1 ലിറ്റർ മിൽക്കാണ് കേട്ടോ. ഇത് അൺസോൾട്ടഡ് ബട്ടർ. ഇത് 4 ടേബിൾ സ്പൂൺ കോഫി പൗഡർ. ഇത് പിന്നെ എത്ര ഗൗരി? 2 kg. 2 kg ഒന്നല്ല കേട്ടോ, ഹാഫ് കപ്പ് ഷുഗർ ആണ് കേട്ടോ. 2 kg ഒന്നും എടുക്കരുത് കേട്ടോ, ഹാഫ് കപ്പ് ഷുഗർ. നമുക്ക് ആദ്യം തന്നെ ഈ പാല് ഇത്തിരി ഒന്ന് ചൂടാക്കാൻ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു പാനിലേക്ക്. നമ്മളിത് ചൂടാവണം വരെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത്തിരി ഒന്ന് ചൂടാവണം. ഗൗരിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുക്ക് ചെയ്യാൻ. സ്വീറ്റ്സ് ഒക്കെ കുക്ക് ചെയ്തു. എന്തൊക്കെയാ ഗൗരിക്കുട്ടി ഉണ്ടാക്കിയേക്കണേ എന്ന് പറഞ്ഞു കൊടുത്തേ. ചോക്കോബോൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ അത് എൻ്റെ അമ്മയുടെ കൂടെ ഉണ്ടാക്കിയേക്കുന്നത്. എന്നിട്ട് ഞാൻ തന്നെത്താനെ ക്രീം ഉണ്ടാക്കിയിട്ടുണ്ട്. ചില്ലറക്കാരിയൊന്നും അല്ല ഇട്ടിരിക്കണേ, വലിയ മാസ്റ്റർ ഷെഫാണ് ഇരിക്കണേ. നമ്മുടെ കുട്ടി മാസ്റ്റർ ഷെഫാണ്. പാലൊരു ഇളം ചൂടാവണം കേട്ടോ. ആ ഒരു ടൈമിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൂട് പാല് നമ്മൾ കോൺഫ്ലവറിലിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. നോർമൽ പാലാകുമ്പോൾ മിക്സ് ചെയ്യുമ്പോൾ അത്ര കറക്റ്റായിട്ട് മിക്സ് ആവില്ല. ഇളം ചൂടാകുമ്പോൾ പെട്ടെന്ന് അലിഞ്ഞോളും കോൺഫ്ലവറൊക്കെ. നമ്മളിപ്പോൾ ഈ നമ്മൾ തിളപ്പിച്ചില്ല എന്ന് വെച്ചാൽ ഇത്തിരി ഒന്ന് ചൂടായ പാലിൽ നിന്ന് കുറച്ച് ഒരു 1/4 കപ്പോളം എടുത്തിട്ട് നമ്മൾ കോൺഫ്ലവറിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇത് ഇളം ചൂടാകുമ്പോൾ പെട്ടെന്ന് അലിഞ്ഞോളും. നമുക്കിനി ഇത് ജസ്റ്റ് ഈ കട്ടകളൊക്കെ കണ്ടില്ലേ, ഒരു കട്ടയുണ്ട് ഇതിൽ. അപ്പോൾ അതൊക്കെ പോകുന്നവരും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഗൗരിയാണ് കേട്ടോ ഇതൊക്കെ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പാലിൻ്റെ കാര്യം നോക്കാം. ഗായു എന്തെങ്കിലുമൊക്കെ പറ. ഒരാള് മറ്റേ ഫുൾ എനർജി മിക്സിംഗിൽ ഇട്ട് കൊടുത്തേക്കണ. മിക്സ് ആയോ? അടിപൊളിയായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, കണ്ടില്ലേ? ഇതേപോലെ ആവണം കേട്ടോ നമ്മുടെ പാല്. കണ്ടില്ലേ, കട്ടകളൊന്നും ഇല്ലാണ്ട് ഇതേപോലെ ആകണം. നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യണം കേട്ടോ, ഞാൻ പറയാൻ വിട്ടുപോയി. ഇത് നമ്മൾ കോഫി പൗഡർ എടുത്ത് വെച്ചിരിക്കുന്ന കോഫി പൗഡറിലേക്ക് ആ സെയിം എമൗണ്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്ന് വെച്ചാൽ 4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഇതേ ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. കണ്ടില്ലേ? ഇത് നമ്മൾ ഈ പാല് കണ്ടേ നല്ലോണം ചൂടായി വരുമ്പോൾ നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇവിടെ കോഫി ഇതിൽ കുറച്ചുണ്ട്, അതുകൊണ്ട് നമ്മൾ ഇത്തിരി പാലൊഴിച്ച് ഇതിലേക്ക് മിക്സ് ചെയ്യാം കേട്ടോ. കോഫിയൊക്കെ വരാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് പാലിങ്ങനെ എടുത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അതിലല്ലേ കോഫി കുറേ ഇരിപ്പുണ്ടാവും ഇങ്ങനെ. ഓക്കെ, നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. അല്ലേ, നല്ലൊരു കളറുണ്ട് കേട്ടോ അതിന്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. കോഫിയുടെ കളറ് പോലെയുണ്ട്. നമ്മൾ കോഫി പൗഡർ ഇട്ടുകൊണ്ടാണ് കേട്ടോ ആ ഒരു കളറ്. മിക്സ് ചെയ്യണം. ഓക്കെ, നമ്മുടെ ഗായുമാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇടണോ? ഇടണം. എല്ലാം ഇടണോ എന്ന് ചോദിച്ചിട്ടുള്ള. ഒന്നും വേസ്റ്റ് ആക്കരുത്. അതെ അതെ, നമുക്കിനി സ്പൂൺ അതിലിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതിൽ കുറേ ഉണ്ട്. ഓക്കെ, നമുക്ക് ആ പഞ്ചസാര ജസ്റ്റ് ഒന്ന് അലിയണ വരെ മിക്സ് ചെയ്ത് കൊടുക്കണം.
കഴിയുമ്പോൾ നമുക്ക് കഴിയുമ്പോഴല്ല അലിഞ്ഞ് അലിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കോൺഫ്ലവറിന്റെ മിക്സ്ചർ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ നല്ലോണം മിക്സ്ഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്യിപ്പിച്ച ആളെ കൊണ്ട് തന്നെ നമുക്ക് കോൺഫ്ലവർ ഒഴിപ്പിക്കാം കേട്ടോ. ഇതാ ഒഴിച്ചു കൊടുത്തു, അതൊക്കെ സൂക്ഷിച്ചു. ഒഴിച്ചു. ഓക്കെ, ഫുള്ള് ഒഴിച്ചു. ഇത് കുറച്ചിങ്ങനെ ഇരിക്കും കേട്ടോ, ഇങ്ങനെ കോൺഫ്ലവർ. അതൊക്കെ നമ്മൾ ഒട്ടും വേസ്റ്റ് ചെയ്യാണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. ഇത് നമ്മൾ കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് കട്ടി പിടിച്ചു പോകും ഭയങ്കരമായിട്ട്. ഇതിന് നല്ലോണം തിക്കായിട്ട് വരും കേട്ടോ. കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു 4 മിനിറ്റൊക്കെ കൊണ്ട് നല്ല തിക്കായിട്ട് വരും കേട്ടോ. തിക്കെന്ന് വെച്ചാൽ നല്ലൊരു ക്രീമി ആയിട്ട് വരും ഇത്. ഒക്കെ നല്ല ക്രീമി ആവുന്ന ഒരു കൺസിസ്റ്റൻസി ആക്കി എടുക്കണം കേട്ടോ ഇത്. നിങ്ങൾക്കിത് 1/2 ലിറ്റർ പാലിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കോഫി പൗഡർ ഒരു 2 സ്പൂണൊക്കെ മതിയാവും. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തതിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും പകുതിയൊക്കെ എടുത്താൽ മതിയാവും. അപ്പോൾ ഈ പഞ്ചസാര ഇതിൽ കറക്റ്റാണ് കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പഞ്ചസാര നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇവിടെ കുക്ക് ചെയ്യാവുന്ന ആൾക്കാരെ കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ അത്യാവശ്യം ഇത് കണ്ടില്ലേ ഇപ്പോൾ അത്യാവശ്യം നല്ല ക്രീമി ആയിട്ടുണ്ട് കേട്ടോ. ഒരു കുറച്ചുകൂടെ ക്രീമി ആവാനുണ്ട്. നല്ല സ്മൂത്താണ് കേട്ടോ, കണ്ടില്ലേ? വാവ്, ഇത് കണ്ടില്ലേ? ഒരു പൊടിക്കൂടെ ക്രീമി ആവണം കേട്ടോ. ഇത് ഏകദേശം ആയിട്ടുണ്ട് ഇപ്പോൾ. ഇനി പെട്ടെന്ന് കട്ടി പിടിച്ചോളൂ, അതുകൊണ്ട് നമ്മൾ സിമ്മിലോട്ട് ഇടാം കേട്ടോ. നേരത്തെ നമ്മളൊരു മീഡിയത്തിൻ്റെയും സിമ്മിൻ്റെയും നടുക്കാണ് ഇട്ടിരുന്നത്. വേണ്ടല്ലേ? ഇനി പെട്ടെന്ന് തന്നെ കുറുക്കി വന്നോളൂ കേട്ടോ. നല്ല കോഫിയുടെ സ്മെല്ലുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്? നല്ല മണമില്ലേ? നല്ല കോഫിയുടെ ടേസ്റ്റ്, നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ പുഡിങ് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതൊരു 5 മിനിറ്റ് ചൂടാറാൻ വെക്കണം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുമായിരുന്നു. കണ്ടില്ലേ, നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തതിനേക്കാളും കൂടുതൽ ഇപ്പോൾ ക്രീമി ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തിരി നല്ലോണം കുറുക്കുമ്പോൾ തന്നെ നമ്മൾ ഓഫ് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് കുറുകിപ്പോകും. അപ്പോൾ ചൂടാറാൻ വെക്കുമ്പോൾ ഇത് നല്ലോണം ഇത്തിരി കൂടി കുറുകും കേട്ടോ. അതുകൊണ്ട് നമ്മൾ അത്രയും ചെയ്താൽ മതി. അപ്പോൾ ഇവരോട് നമുക്ക് ചോദിച്ചു നോക്കാം. ഇവർ ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ. സ്മെല്ല് എങ്ങനെയുണ്ട്? ആദ്യം സ്മെല്ല് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. കോഫിയുടെ സ്മെല്ലുണ്ട്, നല്ല സ്മെല്ലാണ് കേട്ടോ. ഇനി ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഇല്ലേ ഇതിന്? അവർക്ക് ഭയങ്കര ഇഷ്ടം, എനിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നിങ്ങൾ കോഫി ലവേഴ്സ് ആണെങ്കിൽ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ, അല്ലേ? അല്ലാത്തവരും ട്രൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ചൂടാറിയിട്ട് നമ്മൾ കാണിച്ചു തരാം. അടുത്ത് നമ്മളിടുന്ന പാത്രത്തിലേക്ക് കുറച്ച് അൺസോൾട്ടഡ് ബട്ടർ ഇട്ടുണ്ട് കേട്ടോ. നമ്മളിനി കൈവച്ചൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഗ്രീസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് ബട്ടർ പെട്ടെന്ന് ഗ്രീസ് ആയിക്കോളും. കണ്ടില്ലേ, ഇതൊക്കെ ഗ്രീസ് ആയിട്ടുണ്ട്. കൈവച്ച് തന്നെ ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. നല്ലോണം ഗ്രീസ് ആവും. ഇനി നമുക്ക് ഇതേപോലെ എല്ലാം ചെയ്യാം കേട്ടോ. നമുക്ക് ഈ കോഫിയുടെ ഇത് നമുക്കിനി ഞാൻ ഇങ്ങനത്തെ ഒരു തവിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അത് വെച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതേ നമുക്ക് ഇപ്പോൾ 1/4 ഭാഗത്തോളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി കൊടുക്കാം. അപ്പോൾ എല്ലാ ലെവലിലേക്കും ജസ്റ്റ് ഒന്ന് ഇതാകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മളിതിന് ചൂടാറാൻ വേണ്ടി വെക്കാം കേട്ടോ. കണ്ടില്ലേ, ഇത് നമ്മൾ ഫാൻ്റെ ചോട്ടിൽ ആറാൻ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഇത്ര ഉണ്ടാക്കിക്കഴിഞ്ഞാൽ 7 എണ്ണത്തോളം കിട്ടും കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതേപോലെ കുറച്ച് വലുത് കുറച്ച് ചെറുത് അങ്ങനെ ഉണ്ടാക്കുക. റൂം ടെമ്പറേച്ചറിൽ വരുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ അതേ നമ്മുടെ അടിപൊളി പുഡിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ കുറച്ച് ചെറിയും പിന്നെ കുറച്ച് ഡെസ്കേറ്റഡ് കോക്കനട്ട് ഇട്ടിട്ടുണ്ട്. ഇത് ഭംഗിക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ. ഇത് ശരിക്കും ആവശ്യം. കണ്ടില്ലേ, ജെല്ലി പോലെ ജിക്കിളി ഇങ്ങനെ കണ്ടില്ലേ, നല്ല ആടുകയാണ്. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. കണ്ടിട്ട് തന്നെ നല്ല രസമുണ്ടല്ലേ? നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനാട്ടോ ആദ്യം ടേസ്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ വേണ്ട, മാമിനോട്. അവള് നോക്കി ഇരിക്കുക. എങ്ങനെയുണ്ട്? അങ്ങോട്ട് നോക്കി പറ. നല്ല കോഫി ഉണ്ട്, ടേസ്റ്റ്.
സൂപ്പർ ആയിട്ടുണ്ട്. വായിലിടുമ്പോ അലിഞ്ഞു പോവുക. ഇനി അമ്മയ്ക്ക് കൊടുക്കാം. ചിക്കിള് ചിക്കിളായിട്ടൊക്കെ അങ്ങനെയുണ്ട്. ഞാൻ വിചാരിച്ചായിരുന്നു കട്ട് ചെയ്യുമ്പോ അപ്പൊ തന്നെ ക്രീം പുറത്തേക്ക് വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ അമർത്തുക. ഓക്കെ ബെല്ലൈക്കൺ ഓളാക്കുക. എന്നാലേ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഇതേപോലത്തെ അടിപൊളി വീഡിയോസുമായി ഞാൻ ഇനി വരും. അതുവരെ ബൈ. വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. ബൈ.